ഹലോ ഗായ്സ്, അപ്പോൾ അങ്ങനെ ഞാൻ മലപ്പുറത്തേക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ തിരൂരെത്തി നമ്മുടെ ഷെഫിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഷെഫ് അപ്പോൾ ഒരു ബിരിയാണി ഓഫർ ചെയ്തിട്ടുണ്ട്. അവിടെ തിരൂര് തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ളൊരു കടയിൽ നിന്നാണ് ഈ ഒരു ബിരിയാണി എനിക്കൊന്ന് മേടിച്ചു തന്നത്. എന്താ കുടുക്ക് ബിരിയാണി എന്നായിരുന്നു ഈ ബിരിയാണിയുടെ പേര്. ഭയങ്കര സ്പെഷ്യലാണ്. അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഈ ബിരിയാണി ഇങ്ങനെ പാത്രത്തിലിട്ടപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടും വെയിറ്റ് ചെയ്തില്ല. വേഗം പാത്രമൊക്കെ എടുത്ത് പപ്പടമൊക്കെ കൂട്ടി അതുപോലെ അച്ചാറും സാലഡൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അതിൻ്റെ മീറ്റൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഓണർ. അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം സുഹൃത്തായിട്ടുള്ള ഹരിമോൻ്റെ അടുത്തേക്ക് പോവാണ്. ഹരിത മാധവൻ എന്നാണ് ഫുള്ള് പേര്. അപ്പോൾ ഹരിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈവനിങ് ആയപ്പോഴാണ് എത്തിയത്. പൊളി വൈബായിരുന്നു. അങ്ങനെ ഹരിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഹരിയുടെ പെറ്റായിട്ടുള്ള ഹാരിയെയാണ് കൂട്ടിയത്. ഹാരി എന്നാണ് പേര്. അപ്പോൾ അവനും ഞാനും കൂടി ആയിട്ട് പാടത്തൊക്കെ ഇറങ്ങി അത്യാവശ്യം കുറേ നേരം നല്ലതായിട്ട് സ്പെൻഡ് ചെയ്തു. നല്ലൊരു വൈബായിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷെഫിൻ്റെ കോഫി ക്രീം ഷോപ്പിൽ പോയി. അവിടെ പിന്നെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ കപ്പിളായിട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ ഒത്തുകൂടി. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഷെഫിൻ്റെ പുതിയ ഡിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്ത് വയറൊക്കെ ഭയങ്കര ഫുള്ളായിപ്പോയി. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ച് ഹരിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു നൈറ്റായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.